നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ ഇൻകം ടാക്സ് പരിധി ഉയർത്തിയതിനെ കുറിച്ചാണ്. നമുക്കറിയുന്ന പോലെ തന്നെ ഇൻകം ടാക്സ് പരിധി 12 ലക്ഷത്തിലേക്ക് ഉയർത്തി. ശമ്പളക്കാർക്കാണെങ്കിൽ 12.25 ലക്ഷം രൂപ വരെ യാതൊരു ടാക്സും കൊടുക്കണ്ട. അപ്പൊ ഇവയെല്ലാം സത്യത്തിൽ നമ്മളിവിടെ ഇടത്തരക്കാർ, മിഡിൽ ക്ലാസ്സിന് അവരുടെ സ്പെൻഡിങ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത സർക്കാരിന്റെ നടപടികളാണ്. ഇതുകൊണ്ട് ഗുണം ലഭിക്കില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുണം ലഭിക്കുന്ന ഒട്ടനേകം സെക്ടറുകളുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കൺസംഷൻ സെക്ടർ, FMCG, ഓട്ടോമൊബൈല്, ഇവയെല്ലാം ഇതുകൊണ്ട് നേരിട്ട് ഗുണം ലഭിക്കുന്ന ചില സെക്ടറുകളാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ പറയാൻ പോകുന്നത് ഇൻകം ടാക്സ് പരിധി ഉയർത്തിയത് കൊണ്ട് ഗുണം ലഭിക്കാതെ പോകുന്ന അഥവാ ദോഷം സംഭവിക്കുന്ന ഒരു സെക്ടറിനെ കുറിച്ചാണ്. ആ ഒരു സെക്ടർ മറ്റൊന്നുമല്ല, ഇൻഷുറൻസ് സെക്ടറാണ്. നമുക്കറിയുന്ന പോലെ തന്നെ ഗവൺമെന്റ് കഴിഞ്ഞ ബജറ്റിൽ 100% FDI, ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഇൻഷുറൻസ് സെക്ടറിൽ അനുവദിച്ചു. നല്ലത്. ഇതുകൊണ്ട് മത്സരം കൂടും, അതേപോലെ തന്നെ സർവീസ് ക്വാളിറ്റി കൂടും. ഇതെല്ലാം ജനത്തിന് വളരെ നല്ലതാണ്. കൂടാതെ ഇൻഷുറൻസ് മേഖലയിലേക്ക് ഉള്ള കൂടുതൽ ഫണ്ട്സിന്റെ വരവിന് ഇത് വഴിവെക്കും. രാജ്യമെന്ന രീതിയിൽ ഇത് വളരെ നല്ലതാണ്. പക്ഷെ അതേസമയം വരുമാന പരിധി ഉയർത്തിയത് വഴി നികുതി ലാഭിക്കാൻ വേണ്ടി ഇൻഷുറൻസിൽ ചേരുന്നവരുടെ എണ്ണം കുറയും. ഡേറ്റ പറയുന്നത് 20 മുതൽ 30% വരെ ഉള്ള മിക്ക ഇൻഷുറൻസ് കമ്പനികളുടെയും ഇനീഷ്യൽ പ്രീമിയം എന്ന് പറയുന്നത് ടാക്സ് സേവിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റുകളിലാണ്, ടാക്സ് സേവിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു 20 മുതൽ 30% വരെയുള്ള ഈ ഇനീഷ്യൽ പ്രീമിയംസ് ഇനി അങ്ങോട്ട് ഈ ഇടത്തരക്കാരുടെ അടുത്ത് നിന്നും ഉള്ളത് ഉണ്ടാകില്ല എന്നർത്ഥം. ബഹുഭൂരിപക്ഷം വരുന്ന ശമ്പളക്കാരും ഈ ഒരു 12 ലക്ഷം രൂപയുടെ വരുമാന പരിധിക്ക് താഴെ നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ആ ഒരു ബിസിനസ് അവിടെ കുറെ കുറയും. ഈ 30% എന്ന് പറയുന്ന നമ്പർ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തമുള്ളതിന്റെ 1/3 ടാക്സ് സേവിങ്ങിന് വേണ്ടിയിട്ടാണ് ജനങ്ങൾ ഇൻഷുറൻസ് പ്രധാനമായിട്ടും എടുക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എന്നാലും കുറെ ഇൻഷുറൻസ് ഫാൻസ് ഒക്കെ ചിലപ്പോൾ പറയുമായിരിക്കും, ഇൻഷുറൻസിന്റെ അകത്ത് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആയിട്ടുണ്ടെന്ന് പറയും. പക്ഷെ അതിനിടയ്ക്ക് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻഷുറൻസ് കമ്പനികൾ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റിൽ അല്ല സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ നമുക്ക് അസറ്റ് മാനേജ്മെന്റ് കമ്പനികളെ ആശ്രയിച്ചാൽ മതിയാകും. പണി അറിയുന്നവരുടെ കയ്യിൽ പണം കൊടുക്കുക എന്നുള്ളതാണ് പൊതുതത്വം. അപ്പോൾ വരുന്ന ക്വാർട്ടറുകളിൽ ഈ ഒരു ഡിപ്പ് ഇൻഷുറൻസ് കമ്പനികളിൽ പ്രകടമായിട്ടും കാണാൻ കഴിയും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇവ ഇൻഷുറൻസ് കമ്പനികൾ എങ്ങനെയാണ് ഈ ഒരു റവന്യൂ ഡിപ്പ് നേരിടാൻ പോകുന്നത്, അതിനുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. മറ്റൊരു വ്യവസായം, മറ്റൊരു സെക്ടർ ഇത് വരുമാന പരിധി ഉയർത്തിയത് കൊണ്ട് ബുദ്ധിമുട്ടിലാവുന്നത് അത് AMCs ആണ്, അസറ്റ് മാനേജ്മെന്റ് കമ്പനികൾ, അതായത് മ്യൂച്വൽ ഫണ്ട് നടത്തുന്ന കമ്പനികൾ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് സേവിംഗ് മ്യൂച്വൽ ഫണ്ട്സ്, ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീം നടത്തുന്ന കുറെ കമ്പനികളുണ്ട്. പക്ഷെ ഇൻഷുറൻസ് കമ്പനികളെ കണക്കിലെടുത്ത് നോക്കുമ്പോൾ ഇവരുടെ ടാക്സ് സേവിങ്ങിനുള്ള റവന്യൂ എന്ന് പറയുന്നത് 10 മുതൽ 12% വരെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു സെക്ടറിനെ ഭയങ്കരമായിട്ട് ബാധിക്കുമെന്ന് നമുക്ക് കരുതാൻ വയ്യ. പക്ഷെ എങ്കിൽ പോലും ഇതിന് തത്തുല്യമായിട്ടുള്ള ഒരു റവന്യൂ ഡിപ്പ് വരുന്ന ക്വാർട്ടറുകളിൽ നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം ഈ സെക്ടറുകളൊക്കെ മോശമായി പോകുമെന്നോ അല്ലെങ്കിൽ ഈ ഒരു സെക്ടറിന്റെ അകത്ത് ഉടനെ പോയി എക്സിറ്റ് ചെയ്യണമെന്നോ ഉള്ളതല്ല. പക്ഷെ ഭാവിയിൽ വരാനിരിക്കുന്നത് ഈ ഒരു ഭീകരമായിട്ടുള്ള ഒരു റവന്യൂ ഒന്നും ഈ പറഞ്ഞ 2 സെക്ടറുകളും പോസ്റ്റ് ചെയ്യാൻ വഴിയില്ല എന്ന് പറഞ്ഞതാണ്. പിന്നെ ആകെ അതിനൊരു അടുത്ത ക്വാർട്ടറുകളിൽ വലിയ റവന്യൂ പോസ്റ്റ് ചെയ്യാനുള്ള ആകെയുള്ള ഒരു വഴി മാർക്കറ്റ് കുറെ കർഷകം നടന്ന് താഴെ വന്നതുകൊണ്ട് പണവുമായി കരയിൽ കയറിയിരിക്കുന്ന ചിലർ അവർ പതുക്കെ പതുക്കെ മാർക്കറ്റിൽ ഇറങ്ങാൻ വേണ്ടി തുടങ്ങുന്നത് കൊണ്ടാകുന്ന ഒരു വോള്യമാണ്. പക്ഷെ ദീർഘകാലത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ബിസിനസ് സെഗ്മെന്റ്, മിഡിൽ ക്ലാസിന്റെ ഈ ഒരു ബിസിനസ് സെഗ്മെന്റ്, ആ ഒരു ബിസിനസ് പ്രോസ്പെക്ട്സ് കുറഞ്ഞു ഈ 2 തരത്തിലുള്ള സെക്ടറുകൾക്കും എന്ന് നമുക്ക് നോക്കിക്കാണാൻ കഴിയും. ഈ സെക്ടറുകൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിന്ന് ഒഴിവാക്കണമെന്നല്ല പറയുന്നത്. പക്ഷെ ഒരു പൊതു അറിവിലേക്ക് വേണ്ടിയിട്ടും നമ്മൾ എപ്പോഴും നല്ലതെന്ന് പറയുന്ന പല കാര്യങ്ങളും അവ ബാധിക്കുന്ന ചില സെക്ടറുകൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിവിലേക്കും വേണ്ടിയിട്ട് പറഞ്ഞതാണ്. താരതമ്യേന സുരക്ഷിതമായിട്ടുള്ള നിക്ഷേപ മേഖലകളാണ് AMCയും ഇൻഷുറൻസ് സെക്ടറും മറ്റേത് സെക്ടറുകളെ താരതമ്യം ചെയ്യുമ്പോൾ. ഏകദേശം ഒരു അവബോധം ലഭിച്ചു കാണുമെന്ന് കരുതുന്നു. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ നമ്മൾ നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഇതിന്റെ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. വായിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതെടുത്ത് വായിക്കാവുന്നതാണ്. ചിലർക്ക് വീഡിയോകൾ കാണുന്നതിനേക്കാളും താല്പര്യം ഉണ്ടാകുക വായിക്കുകയാണെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ചൊക്കെ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന പല വീഡിയോകളും ഇനി മുതൽ അങ്ങോട്ട് ആർട്ടിക്കിൾസ് ആയിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യാമെന്ന് കരുതിയത്. അതിന്റെ ആദ്യപടിയായിട്ട് നമ്മൾ തുടങ്ങിയെന്ന് മാത്രം. ഇപ്പോൾ ഇംഗ്ലീഷിലാണുള്ളത്. മലയാളത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് ആളെ കിട്ടുമ്പോൾ നമ്മളെല്ലാം പരിഭാഷപ്പെടുത്തിയിട്ട് മലയാളത്തിലേക്ക് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇതോട് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.